Good morning, dear students. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് എന്താണ് ഗുഡ് വിൽ ആൻഡ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗുഡ് വിൽ, അതുപോലെ തന്നെ വാട്ട് ആർ ദി നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ എന്നതായിരുന്നു. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഗുഡ് വിൽ കമ്പ്യൂട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ എന്നതാണ്. ഒരു ഓർഗനൈസേഷന് അവരുടെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വ്യത്യസ്തങ്ങളായിക്കൊണ്ടുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ് എന്നതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുവാനുള്ളത്. പ്രധാനമായിട്ടും നമുക്ക് 3 മെത്തേഡുകളാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷന് അവരുടെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ദ സെക്കൻഡ് വൺ ഈസ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡുകളാണ് പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നാം ഉപയോഗിക്കുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്നത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ ഗുഡ് വിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ ആവറേജ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗുഡ് വിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ആവറേജ് പ്രോഫിറ്റ് മീൻസ് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റിൻ്റെ ശരാശരി എമൗണ്ട്. ആ എമൗണ്ടിനെയാണ് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ ഒരു ഓർഗനൈസേഷൻ ലഭിച്ചിട്ടുള്ള കഴിഞ്ഞ 3 വർഷങ്ങളിൽ ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റ് സേ ഫോർ എക്സാമ്പിൾ 10, 20, 30 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 + 20 + 30 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഇയേഴ്സ്. ആ നമ്പർ ഓഫ് ഇയേഴ്സിനെ കൊണ്ട്, അഥവാ ആ ബിസിനസ് ഓർഗനൈസേഷന് ലഭിക്കുന്ന ടോട്ടൽ പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ടാണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ ആവറേജ് പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഓർഗനൈസേഷൻ്റെ ഗുഡ് വിൽ നാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹിയർ ദി ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് ആൻ അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഓഫ് ദി ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. കഴിഞ്ഞ വർഷങ്ങളിൽ ലഭിച്ചിട്ടുള്ള 3-4 വർഷങ്ങളിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട്, അതിൻ്റെ ആവറേജ് കണ്ടുകൊണ്ട്, ആ ആവറേജിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് മെത്തേഡ് ഈസ് നോൺ ആസ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. സോ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടെ ഇതിൽ ആഡ് ചെയ്യണം. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ദാറ്റ് ഈസ് ദി ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. Then what is goodwill or how to calculate goodwill? Goodwill is equal to average profit into number of years purchase. So the equation for calculating goodwill under average profit method is equal to average profit into number of years purchase. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണാം എന്നതാണ്. ആവറേജ് പ്രോഫിറ്റ് കാണാൻ കഴിഞ്ഞ 3-4 വർഷങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ആ കഴിഞ്ഞ 3-4 വർഷങ്ങളിലുള്ള പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര വർഷമാണോ ഉള്ളത് ആ വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ടാണ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ ആവറേജ് പ്രോഫിറ്റിനെ
നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് നാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ഗുഡ് വിൽ. സോ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ആണ് ഹിയർ ദി ഗുഡ് വിൽ ഈസ് വാല്യൂഡ് അറ്റ് ആൻ അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഓഫ് ദി ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. കഴിഞ്ഞ വർഷങ്ങളിൽ ബിസിനസ് ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റിൻ്റെ ആവറേജിനെ ബേസ് ചെയ്തുകൊണ്ട്. ഇവിടെ നമുക്കുണ്ടാകുന്ന സംശയമാണ്, എന്താണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്നത് ഉദ്ദേശിക്കുന്നത്? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്നുള്ളതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആരംഭിക്കുന്ന വർഷം തൊട്ട് തന്നെ ആ ബിസിനസ് ഓർഗനൈസേഷന് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല എന്നതാണ്. കുറേ വർഷങ്ങളോട് നമ്മൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടായിരിക്കും ആ ബിസിനസ് ഓർഗനൈസേഷൻ പ്രോഫിറ്റബിൾ ആയിട്ട് മാറുക. എന്നാൽ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ നാം പാർട്ണറായി മാറുകയോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ നിലവിലുള്ള ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആ വാല്യൂ, ആ ഗുഡ് നെയിം, ആ ഗുഡ് വിൽ അത് നമുക്ക് ലഭിക്കുകയാണ്. സോ റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ആ ബിസിനസ് ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും എന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുടെ ബിസിനസ് ഓർഗനൈസേഷൻ പർച്ചേസ് ചെയ്യുകയാണ്. എ പർച്ചേസ്ഡ് ബിസിനസ് ഓഫ് ബി. ബിയുടെ ബിസിനസ് എ പർച്ചേസ് ചെയ്യുന്നു. ബിയുടെ റണ്ണിങ് ബിസിനസ്സാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിക്കൊണ്ട് ബി നടത്തി വരുന്ന ഒരു ബിസിനസ്സാണ്. നല്ല ഗുഡ്വിലുള്ള, നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ്. ആ ബിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇന്ന് ആ ബിസിനസ് ഓർഗനൈസേഷന് ഒരു 10 lakh rupees അയാൾക്ക് ലാഭം ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് എ പർച്ചേസ് ചെയ്യുന്നത്. നേരെ മറിച്ച് എ എന്ന് പറയുന്ന ആ വ്യക്തി പുതുതായിക്കൊണ്ട് ഒരു ബിസിനസ് ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫസ്റ്റ് ഇയേഴ്സിൽ ഒരിക്കലും തന്നെ പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. അയാൾക്ക് ഈ ബി എന്ന് പറയുന്ന ആൾക്ക് ലഭിക്കുന്ന എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്, ഈ 10 ലക്ഷം രൂപ അയാൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അസംഷനാണ്, ചുരുങ്ങിയത് ഒരു 3 വർഷമെങ്കിലും ആ എ എന്ന് പറയുന്ന വ്യക്തി പുതുതായിക്കൊണ്ട് സ്വന്തമായിക്കൊണ്ട് തുടങ്ങുന്ന ബിസിനസ് റൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ബിയുടെ ബിസിനസ് എ പർച്ചേസ് ചെയ്യുന്നതോടുകൂടി എയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ വർഷം തന്നെ ബിക്ക് ലഭിക്കുന്ന ആ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അയാൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്? ബി എന്ന് പറയുന്ന ആള് നടത്തി വരുന്ന ഒരു റണ്ണിങ് ബിസിനസ് ആയതുകൊണ്ട്, ആ ബിസിനസ് ഓർഗനൈസേഷന് ഗുഡ്വിൽ ഉള്ളത് കൊണ്ട് തന്നെ എനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ അയാൾക്ക് ബിസിനസ് ഓർഗനൈസേഷന് ലാഭം ഏൺ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി അയാൾ സ്വന്തമായിക്കൊണ്ട് ഒരു ബിസിനസ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിൾ ആകാൻ എടുക്കുന്ന സമയമുണ്ട്. ആ സമയം അയാളെ സംബന്ധിച്ചിടത്തോളം ലാഭകരമാണ്. എങ്ങനെയാവുമ്പോൾ നിലവിലുള്ള ഗുഡ്വിലുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അയാൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ അസംഷനാണ് ഈ ഒരു പീരീഡ് എത്രയാണ്. അതായത് നിലവിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ പർച്ചേസ് ചെയ്യുമ്പോൾ അയാൾക്ക് ലഭിക്കുന്നൊരു പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് ഇതേ വ്യക്തി ഈ പുതുതായിക്കൊണ്ട് ഒരു ബിസിനസ് ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് പ്രോഫിറ്റിലേക്ക് എത്താൻ എത്ര വർഷം അയാൾക്ക് എടുക്കുമെന്ന് നാം കാൽക്കുലേറ്റ് ചെയ്യുകയും ആ ഇയറിനെയാണ് നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അത്രയും വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ആ വ്യക്തിയുടെ ഗുഡ്വിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോലെയാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നാം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു
നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്നതാണ്. This method is based on the assumption that a new business will not be able to earn any profit during the first few years of its operation. അവിടെയാണ് നമ്മൾ സ്വന്തമായിക്കൊണ്ട് ഒരു ബിസിനസ് ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബിസിനസ് ഓർഗനൈസേഷനിൽ നിന്നും പ്രോഫിറ്റ് ലഭിക്കുവാൻ ചാൻസ് ഇല്ല, സാധ്യതയില്ല എന്നുള്ള അസംഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലുള്ള 3-4 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജ് കണ്ടുകൊണ്ട് ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗുഡ് വിൽ നാം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് ഫോർ ദി ലാസ്റ്റ് 3 years വാസ് ₹10,000, ₹20,000 and ₹30,000. The partners decide to calculate the goodwill based on 2 years purchase of average profit. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റാണ് 10,000, 20,000 and 30,000. സോ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ നമുക്ക് കാണാം? ആവറേജ് പ്രോഫിറ്റ് ഈസ് ഇക്വൽ ടു 10,000 പ്ലസ് 20,000 പ്ലസ് 30,000 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് ഇക്വൽ ടു 20,000. 60,000 divided by 3 is equal to 20,000. ആ 20,000 ആണ് ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നോട്ട് എഴുതുന്ന സമയത്ത് ഈ ഒരു ഇക്വേഷന് കൂടി എഴുതാൻ ശ്രദ്ധിക്കുക. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. എത്രയാണ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദ ഗുഡ് വിൽ ബേസ്ഡ് ഓൺ 2 years പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് 20,000 ഇൻറ്റു 2, ദാറ്റ് ഈസ് ഇക്വൽ ടു 40,000. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെ മെത്തേഡാണ് ഈ ആവറേജ് പ്രോഫിറ്റിൽ തന്നെ ഉള്ള രണ്ടാമത്തെ മെത്തേഡാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് വെയ്റ്റ് അസൈൻ ചെയ്യുക എന്നുള്ളത്. ഹിയർ വെയ്റ്റ്സ് ആർ അസൈൻഡ് ഫോർ ഈച്ച് ഇയേഴ്സ് പ്രോഫിറ്റ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഓരോ വർഷത്തെയും ബിസിനസ് ഓർഗനൈസേഷന് ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റിന് വെയ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. എങ്ങനെയാണ് നമ്മൾ വെയ്റ്റ് അസൈൻ ചെയ്യുക? വെയ്റ്റ് അസൈൻ ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിലെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റിന് വെയ്റ്റ് 1 ആയിരിക്കും. സെക്കൻഡ് ഇയറിലെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിന് അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിന് നാം നൽകുന്ന വെയ്റ്റ് 2 ആയിരിക്കും. തേർഡ് ഇയറിന് 3. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ 1, ദെൻ സെക്കൻഡ് ഇയർ 2, തേർഡ് ഇയർ 3, ഫോർത്ത് ഇയർ 4. ആ രീതിയിൽ ആയിരിക്കും നമ്മൾ ആ ബിസിനസ് ഓർഗനൈസേഷന് അവർക്ക് ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റിന് വെയ്റ്റ് അസൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 4 വർഷങ്ങളിലുള്ള പ്രോഫിറ്റ് നമുക്ക് നൽകി. ഇയർ 2010 ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് 10,000, 2011 15,000, 2012 20,000, 2013 25,000. ഇങ്ങനെ നമുക്ക് 4 വർഷങ്ങളിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് നൽകിയിട്ട് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മളോട് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നാം ആദ്യം ചെയ്യേണ്ടത് അതിന് വെയ്റ്റ് അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ വർഷത്തേന് നമ്മൾ 1 എന്നുള്ള വെയ്റ്റ് അസൈൻ ചെയ്യുന്നു. രണ്ടാമത്തെ വർഷത്തേന് 2 എന്ന് നൽകുന്നു. മൂന്നാമത്തെ വർഷത്തേതിന് 3 എന്ന് നൽകുന്നു. നാലാമത്തെ വർഷത്തേതിന് 4 എന്നും നൽകുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഹൗ ടു കാൽക്കുലേറ്റ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഇൻറ്റു വെയ്റ്റ്. അതായത് ഓരോ വർഷത്തെയും പ്രോഫിറ്റിനെ വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന എമൗണ്ടിനെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ വർഷം 10,000 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 10,000. രണ്ടാമത്തെ വർഷം
15,000 into 2, that is equal to 30,000. Third year, 20,000 into 3, 60,000. Then 25,000 into 4, 1 lakh. ആ രീതിയിലാണ് നമ്മൾ ഓരോ വർഷത്തെയും പ്രോഫിറ്റിന് നാം പ്രൊഡക്റ്റ് കണ്ടെത്തുന്നത്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകളുടെ ടോട്ടൽ കണ്ടെത്തുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 10,000 പ്ലസ് 30,000 പ്ലസ് 60,000 പ്ലസ് 1 lakh, that is equal to 2 lakh. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാണണം. എങ്ങനെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് കാണുക? വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഈസ് ഇക്വൽ ടു ഈ ലഭിച്ചിട്ടുള്ള ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2 lakh ഡിവൈഡഡ് ബൈ 10. 10 ഈസ് ഇക്വൽ ടു ടോട്ടൽ ഓഫ് വെയ്റ്റ്. ഇപ്പോൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ എത്ര വർഷമാണോ ഉള്ളത് ആ വർഷം കൊണ്ടാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റിൽ ടോട്ടൽ ഓഫ് വെയ്റ്റ്സിനെ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. 1 + 2 + 3 + 4, that is equal to 10. So weighted average profit is equal to 2 lakh divided by 10, that is equal to 20,000. അവിടെ നമുക്ക് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നു. ഇനി നമുക്ക് ഗുഡ്വിൽ കാണണം. ഗുഡ്വിൽ എങ്ങനെ കാണുക? ഗുഡ്വിൽ ഈസ് ഇക്വൽ ടു വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഇവിടെ നമ്മൾ ഒരു അസംഷനാണ് ബേസ്ഡ് ഓൺ 3 years പർച്ചേസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ്. 3 years പർച്ചേസ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് 20,000 ഇൻറ്റു 3, ദാറ്റ് ഈസ് ഇക്വൽ ടു 60,000. So that is the method of calculating goodwill under weighted average profit method. As steps ഒന്നുകൂടി നോക്കാം. Step number 1, assign the weights for each year 1, 2, 3, etc. Then find the product. Product is equal to weight into profit. Third step, find the total of products. Then fourth step, divide the total of products by total weights. And fifth one, multiply the weighted average profit into number of years purchase. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുവാനുള്ള രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആവരുത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഞാൻ ആദ്യം പറഞ്ഞു. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ആ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ തന്നെയാണ് 2 മെത്തേഡുകൾ വരുന്നത്. ഒന്നിൻ്റെ പേര് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് തന്നെയാണ്, അല്ലെങ്കിൽ സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. അതിൽ രണ്ടാമത്തേതാണ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെയിൻ ഒരു സെക്ഷൻ അല്ലെങ്കിൽ മെയിൻ മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തിയിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഓർഗനൈസേഷൻ്റെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നാം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.